നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ വൃദാസുതം സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതം 3-ാമത്തെ അധ്യായത്തില് ഭഗവതാര വർണ്ണനം എന്നുള്ള അധ്യായത്തിൽ നമ്മൾ 20 ശ്ലോകം വരെയാണ് ഇന്നലെ പറയുമ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്. ഇനി 21-ാമത്തെ ശ്ലോകം മുതലാണ് നമുക്ക് നോക്കാനുള്ളത്. അത് വായിച്ചു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ 16-ാമത്തെ പരശുരാമാവതാരം ബ്രാഹ്മണരെ ദ്രോഹിക്കുന്നവരായിട്ട് കണ്ട ക്ഷത്രിയരെ 21 തവണ മൂലച്ഛേദം ചെയ്ത് ഭൂമിയിൽ ക്ഷത്രിയരെ ഇല്ലാതാക്കി എന്ന് വരെയാണ് നമ്മൾ കേട്ടത്. ഇനി 21-ാമത്തെ ശ്ലോകം തതസപ്തദശേ ജാത സത്യവത്യാം പരാശരാത് ചക്രേ വേദതരോശാഖ ദുഷ്ട്വാ പുംസോൽപമേധസ. 17-ാമത് വ്യാസനായിട്ട് പരാശര മുനിയുടെയും സത്യവതിയുടെയും പുത്രനായിട്ട് അവതരിച്ചു. പുംസഹ പറയുമ്പോൾ ജനങ്ങളെ, അല്പമേധസഹ ബുദ്ധി കുറഞ്ഞവരായിട്ട്, ദുഷ്ട്വ കണ്ടിട്ട്, വേദതരോഹു വേദവൃക്ഷത്തിന് ശാഖാഹ ശാഖകളെ ചക്രെ ഉണ്ടാക്കി. അതായത് ജനങ്ങൾക്ക് വേദങ്ങളെ അറിയാനുള്ള ബുദ്ധി പോരാതിരിക്കുന്നു എന്ന് കണ്ടതിനാല് വേദവൃക്ഷത്തിന്റെ ശാഖകളെ നിർമ്മിച്ചു. ഇനി അടുത്ത ശ്ലോകം നരദേവത്വമാപന്നാസുരകാര്യ ജിഗീഷയ സമുദ്ര നിഗ്രഹാദീനി ചക്രേ വീര്യാണ്യതപരം. 18-ാമത് ശ്രീരാമാവതാരം. രാക്ഷസന്മാരിൽ നിന്ന് ദേവന്മാർക്കുണ്ടായിരിക്കുന്ന ഉപദ്രവങ്ങൾ തീർക്കാൻ ഭഗവാൻ രാജാവായിട്ട് അവതരിച്ചു. സമുദ്രബന്ധനം, രാവണവധം മുതലായ മഹാപരാക്രമ സാധ്യങ്ങളായ പ്രവൃത്തികൾ ചെയ്തു. ഏകോനവിംശേ വിംശതിമേ വൃഷ്ണീഷു പ്രാപ്യ ജന്മനി രാമകൃഷ്ണ വിധിഭുവോ ഭഗവാൻ അഹരത് വരം. 19ഉം 20ഉം അവതാരങ്ങൾ വിഷ്ണുവംശത്തിൽ രാമനായും കൃഷ്ണനായും മൂർത്തികളെ പ്രാപിച്ചിട്ട് ശ്രീഹരി ദുർജനങ്ങളെ കൊന്ന് ഭൂമിയുടെ ഭാരം തീർത്തു. തതഗലോ സംപ്രവൃത്തേ സമോഹായ സുരദ്ദിശാം ബുദ്ധോ നാംനാ ജനസുത കീകടേഷോ ഭവിഷ്യതി. പിന്നെ കലിയുഗത്തിൽ കലി നന്നായി വിളയാടുമ്പോൾ ദേവശത്രുക്കളെ തൻ്റെ ഉപദേശങ്ങൾ കൊണ്ട് മോഹിപ്പിക്കുന്നതിനായിട്ട് കീകട രാജ്യങ്ങളിൽ കപിലവസ്തു എന്ന സ്ഥലത്ത് അജനപുത്രനായിട്ട് അവതരിക്കും. അദാസോ യുഗസന്ധ്യായാം ദസ്യുപ്രായേഷു രാജസോ ജനിതാ വിഷ്ണു യശസ്സോ നാംനാ കൽക്കർജകൽപതി. പിന്നെ 22-ാമത് കലിയുഗത്തിന്റെ അവസാനത്തില് ഭഗവാന്റെ കൽക്കി അവതാരം. രാജാക്കന്മാർ ജനത്തിന്റെ സമ്പത്ത് അപഹരിക്കുന്ന കള്ളന്മാർക്ക് തുല്യരായി തീരുമ്പോൾ അവരെ സംഹരിച്ച് ധർമ്മപ്രകാരം പ്രജാപരിപാലനം നടത്താൻ വേണ്ടി വിഷ്ണു യശസ് എന്ന ബ്രാഹ്മണനിൽ നിന്ന് കൽക്കി എന്ന പേരോടുകൂടി അവതാരം ചെയ്യും. അവതാരായ സംഖ്യേയ ഹരേ സത്വനിർദ്ദിജാഹ യഥാവിദ് അസീന കുല്യ സരസ്യൂഹു സഹസ്രശഃ. ഹേ ബ്രാഹ്മണന്മാരെ, തത്വഗുണത്തിന്റെ ഇരിപ്പിടമായ ശ്രീഹരിയുടെ അവതാരങ്ങൾ ഒരിക്കലും ക്ഷയിക്കാത്ത ഉറവയോടുകൂടിയ തടാകത്തിൽ നിന്ന് അനേകം കൈത്തോടുകൾ ഉണ്ടാകുന്നത് പോലെ സംഖ്യാനിർണയം ചെയ്യാൻ കഴിയാത്തവയാണ്. ഋഷയോ മനവോ ദേവ മനുപുത്ര മഹൗജസ കലാ സർവേ ഹരേരേവ സപ്രജാപതയസ്തദാ. മരീചി മുതലായ പ്രജാപതികൾ, നാരദ തുടങ്ങിയ ഋഷികൾ, മനുക്കളും ദേവന്മാരും മഹാപരാക്രമികളായ മനുപുത്രന്മാരും എല്ലാം ശ്രീഹരിയുടെ അംശാവതാരങ്ങൾ തന്നെ. ഏതേചാംശകലാപുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം മൃഡയന്തി യുഗേ യുഗേ. ഇപ്പോൾ പറഞ്ഞ അവതാരങ്ങളെല്ലാം ഭഗവാന്റെ അംശങ്ങളും അംശകലകളുമാണ്. ശ്രീകൃഷ്ണാവതാരം സാക്ഷാൽ ഭഗവാൻ തന്നെ. ഈ അവതാരങ്ങളെല്ലാം യുഗം തോറും ദേവേന്ദ്രന്റെ ശത്രുക്കളായ അസുരന്മാരും അവരുടെ അംശത്തിൽ നിന്ന് ജനിച്ച ദുഷ്ടരാജാക്കന്മാരും ലോകത്തെ നശിപ്പിക്കുമ്പോൾ അവരെ നശിപ്പിച്ച് ലോകത്തെ രക്ഷിക്കാനായിട്ടാണ്. ശ്രീകൃഷ്ണാവതാരമാണ് പൂർണ്ണാവതാരമായിട്ട് പറയുന്നത്. ജന്മഗുഹ്യം ഭഗവതോ യേതത് പ്രയതോ നരഃ
സായം പ്രാതർഗണൻ ഭക്ത്യ ദുഃഖഗ്രാമാവിമുച്യതേ. ഏതൊരു മനുഷ്യൻ 2 സന്ധ്യകളിലും ദേഹശുദ്ധി വരുത്തി അതിരഹസ്യമായിരിക്കുന്ന ഭഗവത് അവതാരത്തെ ഭക്തിയോടുകൂടി കീർത്തനം ചെയ്യുന്നുവോ അവൻ സംസാര ദുഃഖങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കും. യതദ്രൂപം ഭഗവതോ ഹ്യരൂപസ്യ ചിദാത്മന മായാഗുണേർവിരജിതം മഹദാതിവിരാത്മനി. രൂപരഹിതനും ജ്ഞാനസ്വരൂപനുമായ ഭഗവാന്റെ ഈ വിരാട് ദേഹവും അവിദ്യാരൂപമായ മായയുടെ മഹത്വത്വം മുതലായ മായാഗുണങ്ങളാൽ ആത്മാവിൽ കൽപ്പിക്കപ്പെട്ടതാണ്. അതായത് അവതാരകഥകൾ ശ്രമിക്കുമ്പോൾ ഈ അവിദ്യ നശിക്കും, സ്വരൂപജ്ഞാനം ഉണ്ടാകും എന്ന് സാരം. ഭഗവാൻ യഥാർത്ഥത്തിൽ രൂപരഹിതനും ചിൽസ്വരൂപിയുമാണ്. അവിദ്യാസ്വരൂപിണിയായ മായാശക്തിയിൽ നിന്നുണ്ടാകുന്ന മഹത്തത്വം, അഹങ്കാരതത്വം എന്നിവയുമാണ് സകല സൂക്ഷ്മ സ്ഥൂല ദേഹങ്ങൾ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നത്. അത് ആത്മാവിൽ കൽപ്പിക്കപ്പെടുന്നതാണ് എന്ന് സാരം. യഥാ നഭസി മേഘൗഗോ രേണുർവാ പാർത്ഥിവോ നിലേ ഏവം ദൃഷ്ടരിദൃശ്യത്വം ആരോപിതമബുദ്ധിഭിഃ. ആകാശത്തിൽ മേഘത്തെ കൽപ്പിക്കുന്നത് പോലെയും ഭൂമിയിൽ നിന്നുയരുന്ന പൊടിപടലം കൊണ്ട് വായുവിൽ രജഗണങ്ങളെ കൽപ്പിക്കുന്നത് പോലെയും അവിവേകികൾ ദൃഷ്ടാവിൽ ദൃശ്യഭാവം ആരോപിക്കുന്നു. യഥാർത്ഥ വസ്തുവിനെ മറിച്ച് മറ്റൊന്നായിട്ട് കാണിക്കുന്നതാണ് അവിദ്യയുടെ വിക്ഷേപശക്തി മൂലമാണ് അതിന്റെ അധ്യാസം എന്ന് പറയുന്നു. ഇത് മൂലമാണ് ആത്മാവിന്റെ സ്ഥാനത്ത് സ്ഥൂല സൂക്ഷ്മ ദേഹങ്ങളെ കൽപ്പിക്കുന്നത്. ഇതിനൊരു ഉദാഹരണമായിട്ട് പറയുന്നതാണ് വായുവിനെ ആശ്രയിച്ച് ചലിക്കുന്ന മേഘത്തെ ആകാശമാണ് എന്നും പൊടിപടലങ്ങൾ ഉയർന്ന ആകാശത്ത് ദൂസരഭാവവും തോന്നിപ്പിക്കുന്നു. അതുപോലെ ശരീരാദി ദൃശ്യങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നതിനാൽ ദൃഷ്ടാവായ ആത്മാവിൽ ശരീരധർമ്മങ്ങളെ ആരോപിക്കുന്നത് അജ്ഞാനം കൊണ്ടാണ്. ആത്മാവ് ശരീരമല്ല, അതിൽ നിന്ന് ഭിന്നനാണ് എന്ന് വ്യക്തം. അതപ്പരം യദവ്യക്തം അവ്യൂഢ ഗുണവ്യൂഹിതം അദൃഷ്ടാശ്രുതവസ്തുത്വ സജീവോ യത് പുനർഭവ. സ്ഥൂല ശരീരത്തിൽ നിന്ന് അന്യമായതും കാണാനും കേൾക്കാനും കഴിയാത്തതുകൊണ്ട് അവ്യക്തവും മായാഗുണങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതും എന്നാൽ ശരീരാവയവങ്ങളായിട്ട് പരിണമിക്കാത്തതുമായ സൂക്ഷ്മ ശരീരത്തെയും അജ്ഞാനികൾ ആത്മാവിൽ ആരോപിക്കുന്നു. ജീവന്റെ പുനർജന്മത്തിന് കാരണമായി തീരുന്നത് ഈ ലിംഗ ശരീരമാണ്. യത്രേമേ സദ്രൂപേ പ്രതിഷിദ്ധേ സ്വസംവിദ അവിദ്യയാത്മനീകൃതേ ഇതി തദ്ബ്രഹ്മദർശനം. അജ്ഞാനം കൊണ്ട് ഇപ്രകാരം ആത്മാവിൽ ആരോപിക്കപ്പെട്ട ഈ സ്ഥൂല സൂക്ഷ്മദേഹങ്ങൾ ആത്മജ്ഞാനം കൊണ്ട് പ്രതിഷേധിക്കപ്പെട്ടതായിട്ട് തീരുന്നു. ഇക്കാരണങ്ങളാൽ ജീവൻ ജ്ഞാനരൂപമായ ബ്രഹ്മം തന്നെ. സ്ഥൂല സൂക്ഷ്മദേഹങ്ങൾ എങ്ങനെ ഉണ്ടായി എന്ന് വ്യക്തമാക്കുകയാണ്. അങ്ങനെ അതിനുശേഷം അവയെ നീക്കുമ്പോൾ ജീവന് ബ്രഹ്മസ്വരൂപമായിട്ട് തീരുന്നു എന്ന് ഈ ശ്ലോകത്തിൽ വ്യക്തമാക്കുന്നു. ആത്മാവിൽ അജ്ഞാനത്താൽ ആരോപിക്കപ്പെട്ട സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളാകുന്ന 2 ഉപാധികളും ഭഗവത് ഭക്തി കൊണ്ട് ആത്മസ്വരൂപത്തെ അറിയുമ്പോൾ നീങ്ങിപ്പോകുന്നു. സ്വരൂപാനന്ദം കൊണ്ട് അവ പ്രതിഷേധിക്കപ്പെടുന്നു എന്നർത്ഥം. അതിനാൽ ജീവൻ ബ്രഹ്മം തന്നെയാണ് എന്ന് ബോധിക്കുന്നു. യദ്യേഷോ പരദാ ദേവി മായാ വൈശാരദീ മതിഃ സമ്പന്നയേ വേദി വിദുർ മഹിം നിസ്സേ മഹീയതേ. സർവജ്ഞനായ ഭഗവാന്റെ ക്രീഡാത്മികയായ ഈ അവിദ്യാമായയാണ് സൃഷ്ടിയാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വിദ്യാമായയായിട്ട് പരിണമിക്കുമ്പോൾ ഈ അവിദ്യ നശിക്കും. അവിദ്യ നശിക്കുമ്പോൾ അതിലുള്ള മായയുടെ വിക്ഷേപാവരണ ശക്തികളും നശിക്കും. അപ്പോൾ ആത്മസ്വരൂപം പ്രകാശിക്കും. ഏവം ജന്മാനി കർമാണി ഹ്യകർത്തൂരജനസ്യ ച വർണ്ണയന്തി സ്മ കവയോ വേദഗുഹ്യാനി ഹൃദ്പതേഃ. സർവഭൂതങ്ങളിലും അന്തര്യാമിയായിരിക്കുന്നവനും ജന്മാദി വികാരങ്ങളില്ലാത്തവനും എപ്പോഴും അകർത്താവായിരിക്കുന്നവനുമായ ഭഗവാൻ മായയെ അംഗീകരിക്കുന്നത് കൊണ്ടാണ് ഓരോ അവതാരങ്ങളും അതിൻ്റെ കർമ്മങ്ങളും ഉണ്ടാകുന്നത് എന്ന് ഋഷികൾ വർണ്ണിച്ചിരിക്കുന്നു. ഇതാണ് വേദരഹസ്യമായിരിക്കുന്നത്. സവായുധം വിശ്വമോകലീലാസുജത്യവത്യത്തിന സജ്ജതേസ്മിൻ ഭൂതേഷു ചാന്തർഹിതാത്മതന്ത്ര ഷഡ്വർഗികം ജിഗ്രതി ഷഡ്ഗുണേശ. ഭഗവാൻ നിഷ്ഫലമല്ലാത്ത ലീലയോടുകൂടി ഈ വിശ്വത്തെ സൃഷ്ടിക്കുന്നു, രക്ഷിക്കുന്നു, സംഹരിക്കുന്നു. എന്നാൽ ഇതിൽ ബന്ധിക്കപ്പെടുന്നില്ല. സ്വതന്ത്രനും 6 ഇന്ദ്രിയങ്ങളുടെ നിയന്താവുമായിട്ട് ജീവജാലങ്ങളുടെ ഉള്ളിൽ ആത്മരൂപത്തിൽ ഇരിക്കുന്നു. 6 ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളെ ഘ്രാണിക്കുന്നു, അറിയുന്നു എന്നർത്ഥം.
ഈശ്വരനും ജീവനും ജന്മകാരണം മായയാണ്. എന്നാൽ രണ്ടിനും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് ജീവന്റെ സങ്കല്പം പോലെയല്ല ഈശ്വര സങ്കല്പം. ഈശ്വരന്റെ ലീലകൾ സബലമാണ്. ഇച്ഛിക്കുന്ന മാത്രയിൽ സർവ്വതും ഉണ്ടാകുന്നു. തൻ്റെ ആത്മശക്തി കൊണ്ട് പ്രപഞ്ചം സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നു. അതേസമയത്ത് ഇവയുമായിട്ട് ഒരു വികാരമോ ബന്ധമോ ഇല്ല. ജീവൻ തൻ്റെ കർമ്മങ്ങളിൽ ബന്ധിക്കപ്പെടുമ്പോൾ ഈശ്വരന് ഇപ്രകാരം ബന്ധനമില്ല. പഞ്ചേന്ദ്രിയങ്ങളോട് ചർച്ചയില്ലാതെ സ്വതന്ത്രനായി ഭൂതങ്ങളുടെ നിയന്താവായിട്ടിരിക്കുന്നു. അതായത് വിഷയങ്ങളെ അറിയുന്നു, അനുഭവിക്കുന്നില്ല. ജീവൻ വിഷയങ്ങൾ അനുഭവിക്കുന്നു. അതിനാൽ കർമ്മബന്ധം ജീവനുണ്ടാകും, ഈശ്വരന് ഇല്ല എന്ന് സാരം. നജാസ്യ കശ്ചിത് നിപുണേന ധാതുർ അവൈതി ജന്തു കുമനീഷവൂദീഹി നാമാനി രൂപാണി മനോവജോഭി സന്തന്നതോ നടചര്യാമി വാജ്ഞ. സമർത്ഥനായ ഒരു നടൻ വേഷം കെട്ടി അഭിനയിക്കുമ്പോൾ അറിവില്ലാത്തവൻ സത്യം അറിയാത്തതുപോലെ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും നാമങ്ങളെയും രൂപങ്ങളെയും സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിച്ചു കൊണ്ടിരിക്കുന്ന ഇവന്റെ ലീലകളുടെ രഹസ്യം അജ്ഞാനികളായ ഒരു പ്രാണിയും അറിയുന്നില്ല. ഈശ്വരന്റെ സൃഷ്ടിയാദി ലീലകളുടെ രഹസ്യം ആർക്കും അറിയില്ല. ഒരു സമർത്ഥനായ നടൻ വിവിധ വേഷങ്ങൾ കെട്ടി സഞ്ചരിക്കുമ്പോൾ അന്യർക്ക് തിരിച്ചറിയാൻ കഴിയാത്തതുപോലെ സർവജ്ഞനായ ഭഗവാൻ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും നാമരൂപാത്മകമായ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് വിസ്തരിക്കുന്നു. ഈ സൃഷ്ടിസ്ഥിതി സംഹാര ലീലകളുടെ രഹസ്യം യുക്തിവാദം കൊണ്ടൊന്നും ഒരു പ്രാണിക്കും അറിയാൻ കഴിയുന്നതല്ല. സവേദാദൂപദവിംബരസ്യ ദുരന്തവീര്യസ്യ രഥാംഗപാണേഹേ യോ മായയാ സന്തതയാനുവൃത്യ ഭജേത തൽപാദ സരോജഗന്ധം. ഭഗവാന്റെ രഹസ്യം ആർക്കും അറിയാൻ കഴിയില്ല. എന്നാൽ ഭഗവത് ഭക്തന് അതറിയാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഏതൊരുവൻ കാപട്യമില്ലാത്ത ഭക്തിയോടുകൂടി നിരന്തരം ഭഗവാന്റെ പാദപത്മഗന്ധത്തെ ഭജിക്കുന്നുവോ അവൻ മായയിൽ നിന്നകന്ന് തൃഷ്ടാവും അനന്തശക്തിമാനുമായ ചക്രവാണിയുടെ സ്വരൂപത്തെ അറിയുന്നു. നിഷ്കളങ്കവും നിരന്തരവുമായ ഭഗവത് പാദഭജനം കൊണ്ട് ഭക്തൻ ശ്രീഹരിയുടെ സാരൂപ്യം പ്രാപിച്ച് മുക്തനാകുമ്പോൾ ആ രഹസ്യവും അറിയുന്നു. അദ്ദേഹധന്യാ ഭഗവന്തയിത്തം യദ്വാസുദേവേ കില ലോകനാഥേ കുർവന്തി സർവാത്മകമാത്മഭാവം നയത്ര ഭൂയ പരിവർത്ത ഉഗ്ര. അതുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന ഭഗവാന്മാരായ നിങ്ങൾ, അതായത് സനകാദി മുനിമാര് ധന്യരാകുന്നു. എന്തുകൊണ്ടെന്നാൽ അഖില ലോകനാഥനായ ശ്രീ വാസുദേവനിൽ തന്നെ സർവാത്മകമായ മനോഭാവത്തെ ഇപ്രകാരം ഭഗവത് വിഷയമായ പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നു. അപ്രകാരമുള്ള ഭക്തി ഉറച്ചാൽ അതിഘോരമായ നരകമാകുന്ന ഗർഭവാസ ദുഃഖം, മരണം എന്നിവ ആവർത്തിക്കുന്നില്ല. സർവപാപഹരമായ ഭക്തി ഉണ്ടാകുവാൻ കാരണമായ ഭഗവത് കഥാശ്രവണത്തിൽ താല്പര്യമുണ്ടായതിനാൽ നിങ്ങൾ ധന്യരാണ് എന്ന് സാരം. ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം ഉത്തമ ശ്ലോകചരിതം ചകാര ഭഗവാൻ ഋഷി. വേദത്തിന് തുല്യവും ഉത്തമ ശ്ലോകനായ ഭഗവാന്റെ ചരിത്രം അടങ്ങിയതും ഭാഗവതം എന്നു പേരുള്ളതുമായ ഈ പുരാണം സർവജ്ഞനായ വ്യാസമുനി നിർമ്മിച്ചു. നിശ്രേയസായ ലോകസ്യ ധന്യം സ്വസ്ത്യയനം മഹത് തദിദം ഗ്രാഹയാമാസ സുതമാത്മവതാം വരം. അത്യന്ത ശ്രേഷ്ഠവും മഹാത്മ്യമേറിയതും മംഗളസ്ഥാനവുമായ ഈ ഭാഗവതത്തെ ലോകത്തിലുള്ള മോക്ഷേച്ഛുക്കൾക്ക് വേണ്ടി ആത്മജ്ഞാനികളിൽ ശ്രേഷ്ഠനും സ്വന്തം പുത്രനുമായ ശുഗബ്രഹ്മർഷിയെ കേൾപ്പിച്ചു. സർവവേദേതിഹാസാനാം സാരം സാരം സമുദ്രുതം സതു സംശ്രാവയാമാസ മഹാരാജം പരീക്ഷിതം. ആ ശുഗമുനി സർവവേദങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും സാരം മുഴുവൻ സമുദ്ധരിച്ചുണ്ടാക്കിയ ഈ ഭാഗവത മഹാപുരാണത്തെ മഹാരാജാവായ പരീക്ഷിത്തിനെ കേൾപ്പിച്ചു. പ്രായോപവിഷ്ടം ഗംഗായാം പരീതം പരമർഷിഭിഃ കൃഷ്ണേ സ്വദാമോ ഭഗതേ ധർമ്മജ്ഞാനാദിഭിഃ സഹ കലോ നഷ്ടദശാമേഷ പുരാണാർക്കോധുനോദിത തത്ര കീർത്തയതോ വിപ്രർഷേർഭൂരി തേജസ അഹം ജാതിഗമം തത്ര നിവിഷ്ടസ്തദ് അനുഗ്രഹാത് സോഹം ബഹശ്രാവയിഷ്യാമി യഥാതീതം യഥാമതി. പരീക്ഷിത്ത് മഹാരാജാവ് ഗംഗാതീരത്ത് പ്രായോപവേശം ചെയ്ത് ഉത്കൃഷ്ടന്മാരായ ഋഷികളാൽ ചൂഴപ്പെട്ട് ഇരുന്നിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ സ്വസ്ഥാനത്തെ പ്രാപിച്ചപ്പോൾ ധർമ്മം, ജ്ഞാനം തുടങ്ങിയ മംഗളഗുണങ്ങളും
ഈ ലോകത്തെ വെടിഞ്ഞു. കലി ബാധിച്ച ജനങ്ങൾ അന്ധന്മാരായി ജ്ഞാനസ്വരൂപം അറിയാതെ കഷ്ടപ്പെടും. ഇപ്പോൾ അവർക്ക് വെളിച്ചം നൽകാനായി ഈ ഭാഗവത പുരാണ സൂര്യൻ ഉദിച്ചിരിക്കുന്നു. പ്രായോപവേശം ചെയ്തിരുന്ന പരീക്ഷിത്ത് മഹാരാജാവിന് കീർത്തനീയനും അതിതേജസ്വിയുമായ ശുഖബ്രഹ്മർഷി ഭാഗവതം ഉപദേശിച്ചു. ആ ബ്രഹ്മർഷിയുടെ അനുഗ്രഹം കൊണ്ട് അവിടെ ഇരുന്നിരുന്ന ഞാനും ശ്രീ ഭാഗവതം പഠിച്ചു. ഞാൻ പഠിച്ചതിനെ എൻ്റെ ബുദ്ധിശക്തിക്ക് അനുസരിച്ച് നിങ്ങളോട് പറയാം, കേട്ടുകൊള്ളുവിൻ. കലിയുഗത്തിൽ ജനങ്ങളുടെ ഹൃദയത്തിൽ കാമാതിവൃത്തികളുടെ അന്ധകാരം ബാധിച്ച് മനുഷ്യർ സംസാര ദുഃഖത്തിൽ ഉഴലുന്നു. അവർക്ക് ഭഗവത് സ്വരൂപത്തെ കാട്ടിക്കൊടുക്കാനായി ഉദിച്ചുയർന്ന സൂര്യന് തുല്യനാണ് ശ്രീമദ് ഭാഗവത പുരാണം എന്ന് ഇവിടെ തെളിയുന്നു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ നൈമിഷിയോപാഖ്യാനേ തൃതീയോധ്യായഃ. ഒന്നാമത്തെ സ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായം ഇവിടെ സമാപിച്ചു. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതം പുരാണതിലകം യത് വൈഷ്ണവാനാം ധനം യസ്മിൻ പാരമഹംസ്യമേവമമലം ജ്ഞാനം പരം ഗീയതേ യത്ര ജ്ഞാനവിരാഗ ഭക്തിസഹിതം നൈഷ്കർമ്മ്യമാവിഷ്കൃതം തശൃണ്ണൻ പ്രപടൻ വിചാരണപരോ ഭക്ത്യാ വിമുച്യേത് നരഃ. കസ്മേയേന വിഭാസിതോയമതുലോ ജ്ഞാനപ്രദീപപുരാ ത്വദ്രൂപേണ ച നാരദായ മുനയേ കൃഷ്ണായ തദ്രൂപിണ യോഗീന്ദ്രായ തദാത്മനാഥ ഭഗവദ്ദാതായ കാരുണ്യദത് സശുദ്ധം വിമലം വിശോകമമൃതം സത്യം പരം ധീമഹി. ഭവേ ഭവേ യഥാ ഭക്തിപാദയോസ്തവ ജായതേ തഥാ കുരുഷ്വ ദേവേശ നാഥസ്ത്വം നോ യദ പ്രഭോ. നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമനം സ്തം നമാമി ഹരിം പരം. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.